പലതരം ചേരുവകൾ. ഇന്ന് നമ്മൾ വളരെ ഫ്ലഫി ആയിട്ടുള്ള എഗ് സാൻഡ്വിച്ച് ആണ് തയ്യാറാക്കിയിട്ടുള്ളത്. എഗ്ഗും മയോണൈസും മാത്രം മതി ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട്. ബ്രെഡും ഇതിന്റെ സ്ട്രക്ചറൊക്കെ കണ്ടോ, വായിലിട്ട അലിഞ്ഞു പോകുന്ന ഒരു സ്ട്രക്ചറാണ്. ഇതേപോലത്തെ ഒരു പീസ് മതിയാവും കേട്ടോ ഒരാൾക്ക് വിശപ്പെടാൻ. അപ്പൊ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കാന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 6 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ നാടൻ മുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ. നാടൻ മുട്ട നിങ്ങൾക്കൊക്കെ അറിയാം ഇത്രയും കൂടി ഹെൽത്തി ആണ്. അത് മാത്രമല്ല അതിന്റെ ഉണ്ണിക്കൊക്കെ നല്ല കളർ ഉണ്ടാവും. അപ്പൊ സാൻഡ്വിച്ച് ഇത്രയും കൂടി ഭംഗിയായിരിക്കും. മുട്ടയുടെ പുറത്ത് എന്തെങ്കിലും അയക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വാഷ് ചെയ്ത ശേഷം പുഴുങ്ങാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുക. മുട്ട മുങ്ങി കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചെടുക്കുക. 1 ടീസ്പൂൺ സുറുക്കിയാട്ടോ ഒഴിച്ചെടുത്തേക്കണേ, വിനീഗർ. 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടെടുത്ത് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. ഉപ്പിട്ടത് വീഡിയോയിൽ റെക്കോർഡ് ആയില്ലായിരുന്നു കേട്ടോ. ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളച്ച ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് 7-8 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് എഗ്ഗ് അടുപ്പത്തുനിന്ന് ഇറക്കാം. ഇനി ഈ മുട്ടകളെല്ലാം നേരെ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് മുട്ടയുടെ തൊണ്ടൊക്കെ വിട്ടു പോരാനായിട്ട് നമുക്കിത് സഹായിക്കും. തണുത്ത വെള്ളത്തിലിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇതിന്റെ തൊണ്ടൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. മുട്ടയുടെ തൊണ്ടൊക്കെ ഇവിടെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളയും ഉണ്ണിയായിട്ട് വേർതിരിച്ചെടുക്കണം കേട്ടോ. ഇപ്പൊ ഞാനിവിടെ കംപ്ലീറ്റ് ഉണ്ണിയും വെള്ളയും വേർതിരിച്ചെടുത്ത് രണ്ട് പാത്രത്തിലായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യുന്ന ഈ പ്രോസസ്സ് എഗ് സാൻഡ്വിച്ചിലേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇതുവഴിയാണ് നമ്മുടെ എഗ് സാൻഡ്വിച്ച് വളരെ ഫ്ലഫി ആയി കിട്ടുന്നത്. നമ്മുടെ തേങ്ങാപ്പാലും ജ്യൂസൊക്കെ അരിച്ചെടുക്കണം ഇതുപോലത്തെ ഒരു സ്ട്രെയിനർ എല്ലാവരുടെയും കയ്യിലുണ്ടാവും. സ്റ്റീലിന്റെ തന്നെ എടുക്കാം കേട്ടോ, പ്ലാസ്റ്റിക്കിന്റെ അത്ര ഇത് കിട്ടില്ല. അപ്പൊ സ്റ്റീലിന്റെ തന്നെ സ്ട്രെയിനർ എടുത്തിട്ട് അതിന്റെ അകത്ത് ഉണ്ണികൾ ഇട്ടെടുത്തിട്ട് ഇതേപോലെ സ്ട്രെയിൻ ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇളക്കി കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഇളക്കി കൊടുത്തോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ സ്ട്രെയിൻ ആവില്ല. ഇപ്പൊ മുട്ടയുടെ ഉണ്ണി മുഴുവനും സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അത് വളരെ എളുപ്പമാണ് കേട്ടോ. മുട്ടയുടെ ഉണ്ണി പെട്ടെന്ന് തന്നെയാവും. മുട്ടയുടെ വെള്ളയാണ് ഇച്ചിരി പണി. അടി ഇച്ചിരി പരന്ന് നിങ്ങളുടെ കയ്യിന് സൗകര്യമുള്ളൊരു സ്പൂൺ എടുക്കുക. എന്നിട്ട് ഇതേപോലെ പ്രസ് ചെയ്ത് വലിച്ചു കൊടുക്കുക. അപ്പൊ പെട്ടെന്ന് ആവും. വലിയ പണിയൊന്നുമില്ല. നിങ്ങൾ കുറച്ചൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ഒരു രീതി. ഫ്രീ ആയിട്ട് ടിവിയോ വീഡിയോ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെയ്തു വെച്ചാൽ മതി. ഇപ്പൊ ഞാൻ കംപ്ലീറ്റ് എഗ്ഗും സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കംപ്ലീറ്റ് പണി കഴിഞ്ഞെന്ന് തന്നെ പറയാം. ഇതിലേക്ക് ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടെടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് 1/2 ടീസ്പൂൺ ഉപ്പാണ്. 3 ടേബിൾ സ്പൂൺ മയോണൈസ് ഇട്ടെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മയോണൈസ് ആണോ അത് ഇട്ടെടുക്കുക. ഞാനിവിടെ എഗ്ലെസ് മയോണൈസ് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇട്ടെടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഞാൻ ഇട്ടെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയിൽ വ്യത്യാസം വരുത്താം. ഇപ്പൊ ഇത് നേരിയൊരു എരിവുള്ളൂ കേട്ടോ. എഗ് സാൻഡ്വിച്ചിന്റെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബ്രെഡിലേക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ബ്രെഡിന്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ സൈഡ് മസ്റ്റ് ആയിട്ടും കട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് സോഫ്റ്റ്നെസ്സിൽ നല്ല വ്യത്യാസം അറിയും. ഇനി 2 ബ്രെഡിന്റെയും ഓരോ സൈഡിലും മയോണൈസ് തേച്ച് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് മയോണൈസ് നല്ല ഇഷ്ടമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ തേച്ച് കൊടുക്കാം. ഞാനിപ്പോ ഒരു ജസ്റ്റ് പേരിന് കുറച്ച് തേച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കിയ ഫില്ലിങ്ങിന്റെ പകുതി ഭാഗം ഒരു സാൻഡ്വിച്ചിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആകെ 2 സാൻഡ്വിച്ച് ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അകത്തെ ഫില്ലിങ്ങിന്റെ അളവ് കുറച്ചിട്ട് ബ്രെഡിന്റെ എണ്ണം കൂട്ടാം. അപ്പൊ സാൻഡ്വിച്ചിന്റെ എണ്ണം കൂട്ടിയെടുക്കാം. ഞാനിപ്പോ ഉണ്ടാക്കിയ സാൻഡ്വിച്ചിന്റെ പകുതി ഫില്ലിങ് 2 ബ്രെഡിലായിട്ട് ഫില്ല് ചെയ്ത ശേഷം അതെങ്ങനെ നമുക്ക് മടക്കി വെച്ചെടുക്കാം. ഇനി ഇത് ജസ്റ്റ് കോണായിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം. പിന്നെ ഇതിന്റെ അകത്തെ ഫില്ലിംഗ് ഒക്കെ ഇപ്പൊ ഒന്ന് തണുത്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓവനിൽ വെച്ച് അല്ലെങ്കിൽ പാനിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയ ശേഷം കഴിക്കാം. ഞാനിത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയ ശേഷം കേട്ടോ കഴിച്ചത്. 4 ബ്രെഡ് മാത്രം ഉപയോഗിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ സാൻഡ്വിച്ച് റെഡിയാക്കി വെക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡിന്റെ എണ്ണം കൂട്ടിയിട്ട് ഉള്ളിൽ ഫില്ലിങ്ങിന്റെ അളവ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ സാൻഡ്വിച്ച് റെഡിയാക്കാം. നല്ല ഫ്ലഫി ആട്ടോ. നല്ല ഫ്ലഫിയും സോഫ്റ്റ് ആയിട്ട് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഫില്ലിങ്ങിന്റെ അളവ് കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു ഭംഗിയും ടേസ്റ്റും കിട്ടിയെന്ന് വരില്ല കേട്ടോ. വീഡിയോ എടുത്ത് നിൽക്കാതെ തന്നെ ഒരു സാൻഡ്വിച്ചിന്റെ തീറ്റ തന്നെ കഴിഞ്ഞു. റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. കമന്റ് ചെയ്യാം. താങ്ക് യു.